ഹായ് ഗായ്സ്, മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എങ്ങനെയാണൊരു അടിപൊളി ഉപ്മാവ് ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ്. നമുക്ക് നുറുക്ക് ഗോതമ്പൊക്കെ നമ്മുടെ കിറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉപ്മാവ് ഉണ്ടാക്കുന്നത്. അതും നല്ല അടിപൊളി ഉപ്മാവാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഹെൽത്തി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഉപ്മാവിന് എന്തൊക്കെയാണ് വേണ്ടതെങ്കിലോ, ആദ്യം വേണ്ടത് നുറുക്ക് ഗോതമ്പാണ്, പിന്നെ വേണ്ടത് ക്യാരറ്റാണ്, പിന്നെ വേണ്ടത് സബോള, മുളക് എൻ്റെ വീട്ടിലുണ്ടായതാണ്, ഇഞ്ചി, കറിവേപ്പില എൻ്റെ വീട്ടിലുണ്ടായത് തന്നെയാണ്, വറ്റൽമുളക്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഗായ്സ്, നമ്മുടെ നുറുക്ക് ഗോതമ്പ് കഴുകിയിട്ടുണ്ട്, 2-3 തവണ കഴുകിയിട്ടുണ്ട്. ഇതിലത്തെ ചെളികൾ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴുകിയത്. അത് കാരണം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ കുക്ക് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലമാതിരി 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് ഞാൻ നെയ്യ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് നമുക്കിനി ഒരു തവി വെച്ചിട്ട് ഇതൊന്ന് നല്ലമാതിരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലമാതിരി ഒന്ന് റോസ്റ്റ് ചെയ്തിടണം. അപ്പോൾ ഗായ്സ്, നമ്മുടെ നുറുക്ക് ഗോതമ്പ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം. കടുകിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മേത്തേക്കൊന്നും പൊട്ടിത്തെറിക്കാതെ നോക്കണം. അപ്പോൾ ഗായ്സ്, നമുക്കിനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി ചേർക്കേണ്ടതാണ് മുളക്. ഇത് നല്ലതുമാതിരി ഇളക്കി കൊടുക്കണം. നമുക്ക് ക്യാരറ്റും സബോളയും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ചെയ്യുന്നത്. ഇനി നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുമാതിരി വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത കപ്പ് ഒഴിച്ചെടുക്കുകയാണ്. ഇത് നല്ലമാതിരി തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കണം. ഞാൻ തേങ്ങ പറയാൻ മറന്നുപോയി. അപ്പോൾ നമുക്കിനി ഇത് നല്ലതുമാതിരി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 2 വിസിലടിക്കണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉപ്മാവ് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇവിടെ വീടിൻ്റെ അവിടേക്ക് പണിക്ക് വന്ന ചേച്ചിയും ചേട്ടനുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ടേസ്റ്റ് നോക്കാൻ കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉപ്മാവ് ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ്. ഇതൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ 4 മണി പരിഹാരമായിട്ട് കഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് നോക്കി നോക്കാം. സാധനം പൊളിച്ചാനാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അവർ പറഞ്ഞവർ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അയക്കുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്.